ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ സ്നാപ്ഡീൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഫേസ് നമ്മുടെ ആമിർ ഖാനായിരുന്നു. അതേ സമയത്ത് ആമിർ ഖാൻ ഇൻടോളറൻ്റ് ആണ് ഇന്ത്യയിൽ അസഹിഷ്ണുതയുണ്ട് എന്നുള്ളത് രൂപേണ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അതിന്റെ പേരിൽ ആ കമ്പനിയുടെ വെബ്സൈറ്റിലൊക്കെ പ്രശ്നങ്ങളായി, അതിന്റെ ആപ്പ് ഡൗൺലോഡ്സ് കുറെ പ്രശ്നങ്ങളായി, ആപ്പിന്റെ റേറ്റിംഗ്സ് മനഃപൂർവ്വം ആൾക്കാർ പോയിട്ട് കുറച്ചു. എന്തിനേറെ പറയുന്നത്, സ്നാപ്ചാറ്റിനെ വരെ, സ്നാപ്ഡീലും സ്നാപ്ചാറ്റും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി സ്നാപ്ചാറ്റിനെ വരെ ഡീഗ്രേഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. ആ സമയത്ത് സ്നാപ്ഡീൽ അതിനൊരു അപ്പോളജി സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ആ അപ്പോളജി സ്റ്റേറ്റ്മെന്റിൽ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ റിമാർക്കാണ്, ഞങ്ങൾക്കതിൽ ബന്ധമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. മാത്രമല്ല 15 കോടി രൂപയാണെന്നാണ് ഞാൻ ഓർക്കണേ ബ്രാൻഡ് അംബാസഡർഷിപ്പിന്റെ ഡീല്. അത് പിറ്റേ തവണ അവർ പുതുക്കുകയും ചെയ്തില്ല. അപ്പം സാധാരണ ഇത്തരം ബ്രാൻഡ് അംബാസഡർഷിപ്പിൽ അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റിൽ സാധാരണ അതിന് എക്സിറ്റ് ക്ലോസുകൾ ക്ലിയർ ആയിരിക്കും. കാരണം എൻ്റെ ഇമേജ്, ഇപ്പം ഞാനാണ് സെലിബ്രിറ്റി എങ്കിൽ എൻ്റെ ഇമേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഇമേജ് കണ്ടിട്ടാണ് ഒരു ബ്രാൻഡ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഇമേജിനെ ഹാമ്പർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ഡീലുകളിൽ നിന്ന് സാധാരണ എൻഡോഴ്സ്മെന്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആമിർ ഖാൻ സ്നാപ്ഡീൽ സംഭവത്തിന് ശേഷം അത് കുറച്ചുകൂടി വിജിലൻ്റ് ആയ ആൾക്കാർ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതുന്ന കാര്യത്തിൽ.